എന്താ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നത്? ഏയ് ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. എന്താണെങ്കിലും എന്റെ അടുത്ത് പറ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? കോൾ എടുക്ക്. വർഷ. ആ എങ്കിൽ വന്ദന വർഷയോട് സംസാരിച്ചിട്ട് വാ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആ മോളെ പറ. ചേച്ചി എവിടെയായിരുന്നു? ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. ഞാനും ജഗനും കൂടി ഈ റിസോർട്ടിന്റെ അടുത്ത് തന്നെ നിൽക്കായിരുന്നു. മോൾ എന്തിനാ എന്നെ തിരക്കിയത്? ചേച്ചി, ഏട്ടനെ കുറിച്ച് എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങി. സംശയങ്ങളോ? എന്ത് സംശയം? ഏട്ടൻ പക്ക ക്രിമിനൽ ആണെന്ന് ചേച്ചി പറഞ്ഞപ്പോ പോലും ഞാൻ വിശ്വസിച്ചില്ല. എന്നെ വിൽക്കാൻ ഏൽപ്പിച്ചത് മയക്കുമരുന്ന് പാക്കറ്റുകളാണെന്ന് ചേച്ചി പറഞ്ഞു. അത് പറഞ്ഞപ്പോ ചേച്ചിയോടൊപ്പം ജഗൻ ചേട്ടനും ശ്യാമും ഉണ്ടായിരുന്നു. ചേച്ചി ഓർക്കുന്നുണ്ടോ? ആ ഉണ്ട്. അത് മയക്കുമരുന്നാണെന്ന് ഞാനും വിശ്വസിച്ചതാ. അപ്പോഴാ അയാള് പാക്കറ്റിലെ ഹോമിയോപ്പതി ഗുളിക കാണിച്ച് ആ വിശ്വാസത്തെ അയാൾ പൊളിച്ചത്. അയാള് നിരപരാധിയാണെന്ന് കാണിക്കാൻ പല പൊടിക്കൈകളും പ്രയോഗിച്ചു. അയാളെ സംശയിക്കാനും വയ്യ, സംശയിക്കാതിരിക്കാനും വയ്യെന്ന അവസ്ഥയിൽ കഴിയുകയായിരുന്നു ഞാൻ. അറിയാം മോളെ. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഏട്ടനൊപ്പം പോകുമ്പോ റിസോർട്ടിൽ വെച്ച് കൊട്ടേഷൻകാരെന്ന് തോന്നിക്കുന്ന രണ്ടുപേരെ ഞാൻ കണ്ടു. എന്നെ കണ്ടപ്പോ അവര് ഭയന്ന് മാറിപ്പോകുന്നത് ഞാൻ കണ്ടു. അവരെ കുറിച്ച് ചോദിച്ചപ്പോ അവരെ അറിയില്ലെന്ന് ഏട്ടൻ പറഞ്ഞു. അതിലെന്തോ പന്തികേടുള്ളതാ എനിക്ക് തോന്നി. ഈ ഗുണ്ടകളെ കണ്ടത് ദീമോളെ തട്ടിക്കൊണ്ടു പോകുന്നതിന് മുൻപാണോ അതോ ശേഷമാണോ? ദീമോളെ തട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പാ. പിന്നെ കാവല് വന്ന അമ്മാവനോടും ശ്യാമിനോടും അയാൾ വഴക്കുണ്ടാക്കിയില്ലേ? അതിനുശേഷമുള്ള അയാളുടെ നീക്കങ്ങളിലും എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കാൻ പോവാ. ഇപ്പോ ഈ റിസോർട്ടിൽ വെച്ച് ചോദിക്കാന്നോ? വേണ്ട, തിരിച്ചു പോയിട്ട് സൗകര്യം പോലെ ചോദിച്ചാ മതി. ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഹലോ ഹലോ. ഛേ, കട്ടായല്ലോ. ഇനി കട്ടാക്കിയതാണോ? മോളെ തട്ടിക്കൊണ്ടു പോകുന്നതിന് തൊട്ടു മുൻപ് റിസോർട്ടിൽ വെച്ച് ഗുണ്ടകളെ കണ്ടിരിക്കുന്നു. ആ ഗുണ്ടകൾ തന്നെയായിരിക്കില്ലേ മോളെ തട്ടിക്കൊണ്ടു പോവാൻ ശ്രമിച്ചതും? അപ്പോ ഗുണ്ടകളെ അയച്ചത് വിക്രമാണോ? വിക്രമിന് ദീമോളെ തട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യം എന്താ? മാനത്തെ കൊട്ടാ